ഇവിടെ വന്ന് മുട്ടയെ കുത്തി നിന്നോണം. ഇത് ഈ മുട്ടയെ കുത്തി നിൽക്കുമ്പോൾ നീ ഓർത്തോണം ഇനി വർത്താനം പറയുന്നതിന് പണിഷ്മെന്റ് ആണെന്നുള്ളത്. എല്ലാവർക്കും കൂടി ഉള്ളതാ, എല്ലാവരും കേൾക്കാൻ വേണ്ടിയാ. എല്ലാവർക്കും തരും ഇതുപോലെ ക്ലാസ്സിൽ ഇരുന്ന് ഒരു വർത്താനം. ഇവിടെ വന്ന് മുട്ട കുത്തി വയ്ക്കാൻ ഞാൻ പറയാൻ അവിടെ നിന്നിട്ടേക്കരുത് കേട്ടല്ലോ. ഒരു വർത്തമാനം എന്താ വന്ന. ഗുഡ് മോർണിംഗ് എല്ലാവരും ഇരുന്നാലും. ഇന്നല്ലായിരുന്നോ നമ്മുടെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ്? എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടോ അസൈൻമെന്റ്? എന്താ കൊണ്ടുവരാഞ്ഞത്? കാര്യം എന്തുവാ? 3 ദിവസമായാലും അസൈൻമെന്റ് കൊണ്ടുവരണം. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് പറഞ്ഞിരുന്നായിരുന്നല്ലോ, എന്തുകൊണ്ട് ചെയ്തില്ല? പവർ കട്ടോ? അത് ഇന്നലെ ഒരു ദിവസം അല്ലായിരുന്നോ പവർ കട്ട്? 3 ദിവസം പവർ കട്ടായിരുന്നോ? എനിക്കൊന്നും തന്നെ കേൾക്കണ്ട. എനിക്ക് ഇന്ന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താലേ ഞാൻ ക്ലാസ്സിൽ ഇരുത്തത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ന് കൊണ്ടുവരുന്ന അന്ന് ക്ലാസ്സിൽ ഇരുന്നാൽ മതി. ഇറങ്ങ. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ ഇവിടെ ക്ലാസ്സിൽ ഇരിക്കണ്ട. ഇറങ്ങ. എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. ഇറങ്ങ. വെളിയിലിട്ടിറങ്ങ. ഇറങ്ങാനാ പറഞ്ഞതാ. വേണ്ടേ, നമ്മുടെ പരീക്ഷ ഇനിയും കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം പഠിപ്പിച്ചതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ടീച്ചർ പഠിപ്പിച്ചത് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ ഒന്നും തന്നെ വിട്ട് കളയരുത്. അപ്പോൾ അവർ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് എല്ലാവരോടും കൂടെ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് വീട്ടിലിരുന്ന് ഈ ക്വസ്റ്റ്യൻ തന്നേക്കുന്നതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. എല്ലാം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, ഒന്നും വിട്ട് കളയാനുള്ളതല്ല. ഏതാ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ പരീക്ഷയൊക്കെ നല്ലതായിട്ട് എഴുതിയിട്ട് എല്ലാവരും നല്ല മാർക്ക് മേടിക്കണം. പഠിപ്പിച്ചത് ഒന്നും വിട്ട് കളയാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. എല്ലാം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ തന്നത് എല്ലാവരും ഇരുന്ന് പഠിക്കണം കേട്ടല്ലോ. എടാ കോപ്പി അടിക്കുന്നതിന് ഇത്രയും സൗണ്ട് ഉണ്ടാക്കണോ? നീ ആരുടെയാന്ന് വെച്ചാൽ നോക്കി എഴുതി. ഈ പ്രാവശ്യമെങ്കിലും പരീക്ഷ ജയിക്കാൻ നോക്ക്. ആരെങ്കിലും വന്ന് കണ്ടാൽ എനിക്ക് പണി കിട്ടും. സൗണ്ട് ഉണ്ടാക്കാതിരുന്ന് ആരുടെയൊക്കെ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് എഴുതിയെടുക്കാൻ നോക്ക്. ഈ പ്രാവശ്യമെങ്കിലും 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ജയിക്കാൻ നോക്ക്. ബഹളം വെക്കാതെ വരും ആരെങ്കിലും കയറി. അത് എനിക്കാ പിന്നെ പ്രശ്നമാവുന്നത്. നിങ്ങൾ കോപ്പി അടിക്കുന്ന ആരും കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം സഹായിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബഹളം വെക്കരുത്. ബഹളം കേട്ട് കഴിഞ്ഞാൽ അവിടുന്ന് കയറി വരൂ. പറഞ്ഞാൽ മനസ്സിലായി. അപ്പം നമുക്കിനി പരീക്ഷയ്ക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. പേരൻസിനോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും. ആരാ? ആദർശിൻ്റെ അമ്മയോ? മോൻ്റെ മാർക്കൊക്കെ കണ്ടല്ലോ മോഡൽ പരീക്ഷയുടെ. എങ്ങനെ അവൻ ജയിക്കാനാ? ഇങ്ങനെ അവൻ ക്ലാസ്സിലും ശ്രദ്ധിക്കത്തില്ല, ക്ലാസ്സിൽ ഒരു കാര്യം ശ്രദ്ധിക്കത്തില്ല. മറ്റുള്ള പിള്ളേരെയും അവൻ കളിയാക്കുക, പാട്ട് പാടുക, ഇതൊക്കെ തന്നെ അവൻ്റെ പരിപാടി. പഠിക്കുന്ന പിള്ളേരെ കൂടെ പഠിക്കാൻ അവൻ സമ്മതിക്കില്ല. അയ്യോ, അങ്ങനൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത്? ഈ 10ാം ക്ലാസ്സിലാണ്. തോറ്റു കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞ കാര്യം നടക്കുമോ? നിങ്ങൾ അപ്പനും അമ്മയൊക്കെ കുറച്ചൊക്കെ വീട്ടിൽ ശ്രദ്ധിക്കണ്ടേ? കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? മാർക്ക് കണ്ടിട്ട് പോലും നിങ്ങൾക്കൊന്നും അവനെ പഠിപ്പിച്ചെടുക്കണമെന്നുള്ളൊരു ചിന്തയുണ്ടോ? എന്തോ ഇത് ഇങ്ങനത്തെ മാർഗം കൊണ്ട് എങ്ങനെ ജയിക്കാനാ 10ാം ക്ലാസ്? എന്നിട്ട് ടീച്ചർമാരെ സ്കൂളിലെ കുറ്റം പറഞ്ഞ കാര്യം നടക്കുമോ? വീട്ടിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. അവൻ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുന്നുണ്ടോ വല്ലോ? നിങ്ങളത് ചെക്ക് ചെയ്യുന്നുണ്ടോ? വൈകുന്നേരം ആകുമ്പോൾ സീരിയലും തുറന്ന് അവൻ പറഞ്ഞ അമ്മ സീരിയലും തുറന്നിരുന്ന് കാണുമെന്ന്. അപ്പോൾ അവനും അത് ശ്രദ്ധിച്ചിരിക്കും. നിങ്ങൾ അവൻ പഠിക്കുന്ന കാര്യം പരീക്ഷ അടുത്ത് വന്നു വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? പിന്നെ ഞങ്ങളുടെ സ്കൂളിനെ ഞങ്ങളെ പഠിപ്പിച്ചവരെയും ഞങ്ങളെ കുറ്റം പറഞ്ഞേക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കൊച്ചിൻ്റെ കാര്യം നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതിപ്പിക്കണ്ട ഈ പ്രാവശ്യം. അങ്ങനെ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞങ്ങൾ പറയാനുള്ള അതിനെ എല്ലാ കുട്ടികളുടെയും പേരൻസിനെ വിളിച്ചിട്ടുണ്ട്. മാർക്കുള്ളവരെ ഇല്ലാത്തവരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അത്രയും ദിവസമെങ്കിലും ജയിക്കാനുള്ള മാർഗ്ഗമെങ്കിലും അറ്റ്ലീസ്റ്റ് മേടിക്കാനായിട്ട് വീട്ടിലും കൂടെ ഒക്കെ ശ്രമിക്കുക. ഞങ്ങളെയും കൊണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ള പിള്ളേരുടെ മാർക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കേ. ആദർശ് ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ജയിക്കുന്നത്? ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം അർജൻറ്റായിട്ട് പേരൻസ് മീറ്റിംഗ് വെച്ചത്. സമയം പോലെ ഓരോരുത്തരും വരണമെന്ന് പറഞ്ഞ പേരൻസ്. നിങ്ങളും കുറച്ചൊക്കെ വീട്ടിൽ ശ്രദ്ധിക്കുക. സീരിയലൊക്കെ നിർത്ത് കുറച്ച് ദിവസത്തേക്ക്. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്ക്, പഠിപ്പിക്കാൻ നോക്ക്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജയിക്കാനുള്ള മാർഗ്ഗമെങ്കിലും മേടിച്ച് അവൻ ജയിക്കും. പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ശരിയെന്നാ. എന്തുവാടാ അവിടെ? എന്തുവാ? നിനക്ക് ബാത്റൂമിൽ പോകണോ? പോയിട്ട് വാ. പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നീ എന്നെ ശല്യം ചെയ്യാതെ പോയിട്ട് വാ. അപ്പം നമ്മൾ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്?
എന്താ കുഞ്ഞെ നിനക്ക്? സ്പോർട്സ് ഡേ ആണല്ലോ, നിനക്ക് പോകണോ? അതുകൊണ്ട് പോയിട്ട് വാ. അയ്യോ ക്ലാസ് പോയിട്ട് വാ. ഒന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വായിച്ചേ സേതു, വായിച്ചേ. സേതു ഇങ്ങോട്ട് വായിച്ചേ. എന്തോ സേതു പറഞ്ഞേ? ഡാൻസ് പ്രാക്ടീസോ? ആർക്കൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ പോകണം പറഞ്ഞേ ആദ്യം, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ പറ. നിനക്ക് എന്തിനാ പോണ്ടേ? പോകേണ്ടവരെല്ലാം പോയിട്ട് വാ. അല്ലാത്തവരിരിക്കും, നമുക്ക് തുടങ്ങാം, ക്ലാസ് തുടങ്ങാം. സോന വായിക്കുന്ന. ശരി. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരുന്നാട്ടെ. പുസ്തകം എടുക്കേ. നമ്മൾ ഇന്നലെ പഠിച്ചു നിർത്തിയത് എവിടെ ആയിരുന്നു? അവിടെ തൊട്ട് തുടങ്ങാം. അപ്പം വായിച്ചു. ഒരാൾ പുസ്തകം എടുത്ത് വെച്ച് വായിച്ചേ. അങ്ങനെ അപ്പം നമ്മുടെ ക്ലാസ് ഇന്നത്തെ, അപ്പോൾ ഇത് മൊത്തം നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീട്ടിൽ പോയിരുന്നിട്ട് അത് ആദ്യം മുതൽ വായിച്ച് ഒരു 10 വട്ടം വായിച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം എഴുതി കൃത്യമായിട്ട് ആൻസർ എഴുതി നാളെ കൊണ്ടുവരണം. എന്നിട്ട് ടീച്ചർ നാളെ അത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം വായിച്ച് 10 വട്ടം വായിക്കണം. സ്വയം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുന്ന എത്രയും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാവോ അത്രയും ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. അതുപോലെ ആൻസറും ബാക്കി അതിന് പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസറും എഴുതിക്കൊണ്ട് എല്ലാവരും വരേണ്ടതാണ് കേട്ടോ. നാളെ എഴുതിക്കൊണ്ട് വരണം കേട്ടല്ലോ. ശരി. അപ്പം കുഞ്ഞുങ്ങളെ, നമുക്കിനിയും പരീക്ഷയ്ക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം ടീച്ചർ പഠിച്ച പാഠഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ട് പഠിക്കണം. അതുപോലെ ടീച്ചർ കുറേ ക്വസ്റ്റ്യൻ ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്കെല്ലാം തരുന്നതായിരിക്കും. നിങ്ങളത് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കോപ്പിയൊക്കെ എടുത്ത് അത് നന്നായിട്ടിരുന്ന് പഠിക്കണം. പഠിച്ചിട്ട് വേണം പരീക്ഷ എഴുതാനായിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കാനായിട്ട്. അല്ല ചുമ്മാ അത് പഠിക്കാതെ വന്ന് പരീക്ഷ എഴുതരുത് കേട്ടല്ലോ. ആ ക്വസ്റ്റ്യൻ ബാഗ് അതുപോലെ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് സ്റ്റാഫ് റൂമിൽ വരിക. അതുപോലെ രാവിലെ ഞാൻ നേരത്തെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. അപ്പം നിങ്ങൾക്ക് ഡൗട്ടുള്ളവർ രാവിലെ നേരത്തെ വന്നിട്ട് നമുക്ക് ആ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പരീക്ഷയ്ക്കപ്പം നല്ല മാർക്ക് മേടിക്കണമെന്നാണ് ടീച്ചറിൻ്റെ ആഗ്രഹം. അതുപോലെ നിങ്ങളും അപ്പോൾ അതുപോലെ പരിശ്രമിക്കണം. നമുക്ക് നല്ല മാർക്ക് മേടിച്ച് നല്ലൊരു ഉന്നത വിജയം നമുക്ക് എല്ലാവർക്കും കരസ്ഥമാക്കണം കേട്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വൈകിട്ട് പഠിക്കാനിരിക്കുമ്പോഴൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് വിളിച്ച് ചോദിക്കാം. ഒരു മടിയും വിചാരിക്കേണ്ട. എപ്പോൾ വേണേലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് ചോദിച്ചോ, ടീച്ചർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാഗ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് അടുത്തത് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ റെഡിയാക്കിക്കൊണ്ട് വരാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കണം കേട്ടല്ലോ എല്ലാവരും. സൈലൻറ്റ്. എന്തോ ഇത്, ക്ലാസ് റൂമോ അതോ ചന്തയോ? എന്തോ ബഹളമോ ഇത്. ഇച്ചിരി ടൈം ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാൻ ശ്രമിക്കരുത്, കടന്ന് ബഹളം വെച്ചോണം. ഈ സ്കൂൾ മൊത്തം ഇളക്കുവാണല്ലോ നിങ്ങൾ. എന്തോ ബഹളം ഇത്. എന്നിട്ട് അപ്പുറത്തെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ, അവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കാനുണ്ടോ? ഒരെല്ലാം പഠിക്കണമുണ്ടോ? പരീക്ഷയ്ക്ക് തലേ വന്ന് കയറി ഒന്നും പഠിക്കണമെന്നില്ല, ബഹളം വെക്കുക. ചന്തക്കാളും കഷ്ടമായിട്ടാണല്ലോ കടന്ന് ബഹളം വെക്കുന്നത്. എന്തുവാ പുസ്തകത്തെ എല്ലാവരും ഇച്ചിരി സമയം കിട്ടിയാൽ ഉടനെ അത് വാ വെച്ച് ബഹളം വെച്ച് സമയം കളഞ്ഞോളാം. പഠിക്കണമെന്ന് നോക്കുമല്ല, സമയം കൊണ്ട് 2 ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ നോക്കുമല്ല.